ക്ഷീരമുള്ള പശുവിൻ്റെ അകിട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം. എന്നെ കൊതുക് അടിക്കാറില്ല, അത് വാസ്തവമാണ്. എന്നെ കൊതുക് അടിക്കാറില്ല. കൊച്ചിയിൽ ഞാൻ ജീവിക്കുമ്പോൾ പോലും എന്നെ കൊതുക് അടിക്കില്ല. എൻ്റെ രക്തത്തിൻ്റെ ടേസ്റ്റ് അതിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇമ്മാതിരി സോഷ്യൽ മീഡിയ കൊതുകുകളുണ്ട്. വന്ന് എന്നോ കടിച്ച് എനിക്ക് എന്തെങ്കിലും അസുഖം വരുത്തുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊതുക് കടിച്ചിട്ട് കാര്യമില്ല, കാരണം എനിക്ക് തൊലിക്കട്ടിയുള്ളതാണ്. ഞാൻ താറാവിനെ പോലെയാണ്. വെള്ളത്തിന് മുകളിൽ കാണുമ്പോൾ ഹായ് എന്ത് രസമായിട്ട് പോകുന്നു, അതിനെ താഴെ കാലിട്ടടിക്കണം എനിക്കല്ലേ അറിയാം. തെലുങ്കിൽ പോകുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഐ വുഡ് സേ ക്യാരക്ടർ സ്റ്റീരിയോ ടൈപ്പിംഗ് എനിക്കൊരു പേടിയില്ല. കാരണം ഇപ്പോൾ രാമബാണത്തിലെ വില്ലൻ അല്ല അഖണ്ഡയിലെ വില്ലൻ. അപ്പോൾ അതിൽ എനിക്ക് തെലുങ്കിൽ വ്യത്യാസം കിട്ടിയിട്ടുണ്ട്. 2-3 സിനിമയാകുമ്പോൾ തന്നെ ഒരെണ്ണം 128 വയസ്സായ ഒരു ബാബാജിയുടെ ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മുടെ തമന്ന ഭാട്ടിയുടെ ഓദില 2 അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ വേരിയേഷൻ നമുക്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഈ വിക്കിപീഡിയ പറയുന്നത് താങ്കൾക്ക് 50 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ്. വിക്കിപീഡിയ അല്ല, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ കാണിക്കുന്ന SLC ബുക്കും എൻ്റെ ആധാർ കാർഡും എല്ലാം പറയുന്നത് എനിക്ക് 50 വയസ്സ്. അനി വിഷ്ണു എന്നെ മുത്തശ്ശൻ തന്നെ എപ്പോഴും വിളിക്കുന്നത്. അത് ഓഫ് സ്ക്രീനും ഞാൻ മുത്തശ്ശനാണ്. അപ്പോൾ മേ ബി ഹി ലൈക്സ് ദാറ്റ് വേ. You are listening to Club FM 94.3. Malabar Golden Diamonds celebrate the beauty of life. Joy Alucas, world's favorite jeweler. വേറെ എല്ലാവർക്കും ദിവ്യ ശ്രീധരായിരിക്കാം, എനിക്ക് എൻ്റെ കുഞ്ഞുമോളാണ്. വേറെ എല്ലാവർക്കും മായാദേവി ആയിരിക്കാം, എനിക്ക് എൻ്റെ മുത്താണ്, എൻ്റെ മോളാണ്. വേറെ എല്ലാവർക്കും ദേവാനന്ദും നന്ദുവായിരിക്കാം, എനിക്കെൻ്റെ ദേവയാണ്. എനിക്കവർ എന്താണെന്നുള്ളത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കമിത തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ. നിങ്ങൾ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചോ, നിങ്ങൾ തെറി വിളിച്ചോ, നിങ്ങൾ ചീത്ത പറഞ്ഞോ, കുട്ടികളുണ്ടാക്കണ കഥ പറഞ്ഞോ, എന്നെ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഫ്ലഷ് ചെയ്ത് കളയാന്നുള്ള പോലെ തന്നെയുള്ളൂ. ഇതത്രയേ ഉള്ളൂ. കലയുടെ ബഹുമുഖങ്ങളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഇദ്ദേഹം അവതാരകനാണ്, റേഡിയോ ജോക്കിയാണ്, വോയിസ് ട്രെയിനറാണ്. കോർപ്പറേറ്റ് മേഖലയിൽ ഒരുപാട് അടരാടിയിട്ടുള്ളൊരു ആളാണ്. പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ കൂടുതൽ പേരും അറിയുന്നത് പത്രമാറ്റെന്ന ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലിലെ മൂർത്തി അപ്പൂപ്പൻ എന്ന നിലയിലാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. കാരണം അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനപ്പുറം എന്തൊക്കെയാണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതാണ് കൂടുതൽ നല്ലത്. സ്വാഗതം ശ്രീ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ. താങ്ക് യു വെരി മച്ച്. ആ മുന്നിലുള്ള വിശേഷണങ്ങൾ തന്നെ, അഡ്വക്കറ്റാണ്, ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളറിയുന്നത് കൂടുതലും അത്യാവശ്യം പ്രായമൊക്കെയുള്ള താടിയൊക്കെ വളർത്തിയ മൂർത്തിയപ്പൂപ്പൻ എന്ന ക്യാരക്ടറിൻ്റെ പേര്. പത്രമാറ്റം എന്നുള്ള സീരിയലാണെങ്കിൽ സൂപ്പർ ഹിറ്റാണ്. പത്രമാറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്ന്, താങ്കൾ ആരാണെന്ന് ചോദിക്കണ പോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങുന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അഡ്വക്കറ്റ് എന്നുള്ള രീതിയിൽ ഒരു വലിയ ഫേമും അതിൻ്റെ ഒരു ലാ ലിബർട്ട കമ്പനിയാണ്, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാലോ? 2018-19 കാലഘട്ടത്തിലാണ് ലാലിബർട്ട എൻ്റെ ഒരു കോൺസെപ്റ്റ്. ക്രിയാത്മക് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു എനിക്ക്, അത് ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ക്രിയാത്മക് എന്ന് മാറിയിട്ട് ക്രിയാത്മക് ദ ഡ്രീം വീവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ് കുറച്ച് കാലം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ പ്രോസ്പെക്ട്സിനെ എല്ലാം കൂടെ സോളിഡിഫൈ ചെയ്ത് ഒന്ന് ശരിക്കും ചിന്തിച്ചിട്ട് പല വേർട്ടിക്കൽസിലായിട്ട് ലാലിബർട്ട എന്ന് പറഞ്ഞൊരു കമ്പനി. ലാലിബർട്ട വാക്ക് ഇറ്റാലിയൻ ഭാഷയിലുള്ള അർത്ഥം എന്താണ് അതിൻ്റെ? ഫ്രീഡം എന്നർത്ഥം, ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്നർത്ഥം. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മൾ ചിന്തയിലുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കമ്പനി. അപ്പോൾ അതിൽ പല വേർട്ടിക്കൽസാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു വേർട്ടിക്കൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സ്കൂൾ ലെവൽ, കോളേജ് ലെവൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ്, സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം, അല്ലെങ്കിൽ ഇൻ്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അങ്ങനെ ഞങ്ങൾ പല ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ കൊച്ചി ബിസിനസ് സ്കൂളായാലും ശരി, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിലുള്ള ടെക്നോ പാർക്കിലുള്ള പല കമ്പനീസ് ആയാലും ശരി, പ്രോവിഡൻസ് കോളേജ് ആയാലും ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആയാലും, അങ്ങനെ പല കോളേജസിലും മൈൻഡ്, വോയിസ്, കോൺഫിഡൻസ്, അല്ലെങ്കിൽ ട്രെയിനിങ്, കോഴ്സ് കൗൺസിലിംഗ്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഷ്വലൈസേഷൻ, ഡ്രീമിങ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അല്ലാതെ മറ്റൊരു വേർട്ടിക്കലായിരുന്നു വോയിസ് ആൻഡ് വോയിസ് ആക്ടിങ്ങിൻ്റെ. ഞാനൊരു വോയിസ് കോച്ചാണ്. അപ്പോൾ ശബ്ദം കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ലിവിങ് അല്ലെങ്കിൽ ജീവിതം നമുക്ക് എങ്ങനെ പടുത്തുയർത്താം എന്നുള്ള ആ ഒരു ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ, അത് പ്രോപ്പറായിട്ട് വേൾഡ് ഓവർ അതൊരു ഫുൾ പ്ലാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കബീർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ ഉള്ളൊരു വർക്കാണ്. അത്
ഇപ്പോഴും തുടരുന്നു. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു കബീറിനും എനിക്കുമുള്ള ഡിഫിക്കൽട്ടീസ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് 200-ലേറെ ഭാഷകളുണ്ട്. എല്ലാ ഭാഷകളിലെ ആൾക്കാരെയും വോയിസ് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ 50ഓളം മാസ്റ്റർ ട്രെയിനേഴ്സ് ഉള്ളൊരു വലിയൊരു ഓർഗനൈസേഷൻ. അപ്പോൾ അത് ഒരു ഡോർമെൻറ്റ് സ്റ്റേജിലായതുകൊണ്ടാണ് ഇപ്പോൾ ആരും അറിയാത്തത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഈ വേർട്ടിക്കലിന് വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ലോകത്തെ ആദ്യത്തെ വോയിസ് യൂണിവേഴ്സിറ്റി വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബേസ് വർക്ക് ഞങ്ങൾ സിലബസ് പ്രിപ്പറേഷനും കബീർ ഞാനും കൂടെ അത്രയും എഫേർട്സ് എടുത്ത് വോയിസ് യൂണിവേഴ്സിറ്റി. അതെ. അപ്പോൾ വോക്കൽ ആർട്സിന് ഇതുവരെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. അപ്പോൾ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു വോയിസ് കോച്ചിൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ 2017 ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ബക്കു കൽപ്പന സദാശിവനാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ബക്കു എന്നെ ട്രെയിൻ ചെയ്തതുപോലെ ഒരു വോയിസ് കോച്ച് എന്നെ ട്രെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കിയപ്പം അവർ മണിക്കൂറിന് 70 പൗണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് അഫോർഡബിളായിട്ട് അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു രീതിയിൽ വോയിസ് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് ആദ്യം ഉടലെടുത്തതും. ഇപ്പോൾ അത് വോക്കൽ ആർട്സ് എന്ന് പറയുമ്പോൾ പാട്ട് പാടാം, സംസാരിക്കാം, ഇതുപോലെ പോഡ്കാസ്റ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി വോയിസ് ഓവർ ചെയ്യാം, കമേഴ്ഷ്യൽ വോയിസ് ഓവർ ചെയ്യാം, കാർട്ടൂൺ വോയിസിങ് ചെയ്യാം, സിനിമയ്ക്ക് ഡബ്ബിങ് ചെയ്യാം, നറേഷൻസ് ചെയ്യാം, കഥ പറയാം, പ്രഭാഷണങ്ങൾ ചെയ്യാം. ഇങ്ങനെ വോക്കൽ ആർട്സ് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് ടെലിവിഷനാണോ റേഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണോ, ഇതിങ്ങനെ സ്പ്രെഡ് അത്രയും വലുതാണ്. ഈ സ്പ്രെഡിനെ കുറിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് ഒരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ 6 മാസം വരുന്നൊരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൽ മാസ്റ്റേഴ്സോ അതിൽ റിസർച്ചോ ചെയ്യാനുള്ളൊരു ഓർഗനൈസേഷൻ, ലോകത്തെ ആദ്യമായിട്ട് വോക്കൽ ആർട്സിന് വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി, അതാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇനി വേറൊരാൾ ചാടിക്കറി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കിതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഹാഫ് ബേക്ഡ് പൊളിഞ്ഞു പോകുന്നൊരു സംരംഭം ഉണ്ടാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ബേക്ക് ആവട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്രയും സ്ലോ ആയിട്ട്, ഇപ്പോൾ ഞാനായാലും കബീറായാലും അത്രയും സ്ലോ ആയിട്ട് സ്റ്റെപ്സ് എടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് മറ്റൊരു വേർട്ടിക്കലാണ്. ഇനിയൊരു വേർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പല ആൾക്കാർക്കും ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ്. അപ്പോൾ തന്നെ എനിക്കറിയാം 50,000 25,000 ചോദിച്ചാൽ മതി. ഈ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ജെനുവിൻ എത്രയുണ്ടെന്ന് ആർക്കറിയാം. അപ്പോൾ ഈ വേർട്ടിക്കൽ ലാലിബർട്ടയുടെ ഒരു വേർട്ടിക്കലിനകത്ത് പ്രോപ്പറായിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് അർഹമായിട്ടുള്ള എന്താണോ ഹെൽപ്പ് വേണ്ടത് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ലെവലിലേക്ക് എത്തിക്കുക. അതാണ് മറ്റൊരു വേർട്ടിക്കൽ. അപ്പം അങ്ങനെ പല വേർട്ടിക്കൽസ് ഉള്ളൊരു ഓർഗനൈസേഷൻ്റെ ചെറിയൊരു വിങ്ങാണ്. ഇപ്പോൾ ലാലിബർട്ട ഒരു ലീഗൽ കൺസേണും കൂടിയാണ്. അതിൻ്റെ വെരി സൂൺ ചേംബറൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും വർക്ക് നടക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ ലാലിബർട്ട എന്ന് പറഞ്ഞ കമ്പനി, ഇതിൽ എത്ര പേരാണ് ഡയറക്ടർ ബോർഡ് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഫ്രണ്ട്സ് കൂടിയിട്ടാണ്? ഞങ്ങൾ 3 പേരായിരുന്നു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ വോയിസിൻ്റെ വേർട്ടിക്കലിനകത്ത് കബീറുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലി കുഞ്ഞുമോൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഫുൾ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തുന്നത് വരെ ഞാനിത് ഹാൻഡിൽ ചെയ്തേ പറ്റും. ഇതിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ദൂരം വരെ നമ്മൾ ഓടിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈമാറി ഓടിക്കാൻ ഒരാളുണ്ടാവും. അപ്പോൾ അതുവരെ ആ സ്ട്രെയിൻ അത്രയും കൂടുതലാണ്. തുടങ്ങി അതിൻ്റെ ഒരു എല്ലാ രീതിയിലും അതിനൊന്ന് ഫ്ലറിഷ് ആവുന്നവരെയുള്ളൊരു സമയത്ത് നമ്മുടെ ഒരു സാന്നിധ്യം ഒക്കെ കൂടിയേ പറ്റൂ. അത് അഹങ്കാരമല്ല, കാരണം ഇതിൻ്റെ ചിന്ത മുഴുവനും ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും ചെയ്ത് കാണിക്കാനാണ് എളുപ്പം. അപ്പോൾ വോയിസ് ട്രെയിനിങ് ആയാലും, അപ്പോൾ ഇതിൽ പല ആൾക്കാർ, ഈ മാസ്റ്റർ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് ഞാനൊരു സുഹൃത്തോ വഴികാട്ടിയോ അതെന്താണ് എന്നുള്ളത് അവർക്കും പറയാനറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു അവരെല്ലാം എൻ്റെ കമ്പനിയിലെ എൻ്റെ കൂടെ ഈക്വൽ ഷെയർ എടുക്കുന്ന എൻ്റെ മാസ്റ്റർ ട്രെയിനേഴ്സാണ്. അത് വോയിസിൻ്റെ വേർട്ടിക്കലിനകത്ത്. ഈ ചാരിറ്റി ആണെങ്കിൽ ഇത്. അപ്പോൾ ഇതിൽ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ എന്നെ വളരെ മോശമായിട്ട് കളിയാക്കി, എങ്ങനെ പോകുന്നു കൺഗ്ലോമറേറ്റ്. എനിക്കതൊരു ആവേശമാണ്. ശരിയാണ്, ഞാനത് വളർത്തും. ഇന്ന് ഞാൻ ഈ പറയുന്നത് 10 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ദ ചൈനീസ് ബാംബൂ ട്രീ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അതായത് ഈ മുളയുടെ ചെടീനെ നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 വർഷം 6 വർഷം അതൊന്നും ചെയ്യില്ല, ചെറിയൊരു കഷ്ണമായിട്ട് അങ്ങനെ നിൽക്കും മണ്ണിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കൊണ്ട്, ഒരു 90 ദിവസം കൊണ്ട് ഇത് വളരുന്ന ഒരു ഹൈറ്റ് ഉണ്ട്, 60 അടിക്ക് മേളിൽ. ഈ മുള അങ്ങനെയാണ് വളരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാറ്റ് വന്നാലും ഈ മുള വീഴാതിരിക്കാൻ വേണ്ടി, വേര് പിടിക്കാൻ വേണ്ടിയാണ് ഈ 5 വർഷം എടുക്കുന്നത്. അത് താഴേക്ക് 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 ആ വേര് പോയി പിന്നെ ആ 30 ദിവസം കൊണ്ട് വളരുന്ന ആ മുള
എത്ര കാറ്റ് വന്നാലും അങ്ങ് നിൽക്കും, ഒടിഞ്ഞു വീഴില്ല. ഒടിഞ്ഞു വീഴില്ല. അങ്ങനെ ഒടിയാത്തൊരു മുളക്കൂട്ടമാണ് ശരിക്കും പറഞ്ഞാൽ പല വേർട്ടിക്കൽസ് ഓഫ് ലാൽബർട്ട്. ഇതാണ് ഒരു കോൺസെപ്റ്റ്. ഇത് കാലങ്ങളായിട്ട് മനസ്സിലിങ്ങനെ കുറച്ചായിട്ട് അത് പലപ്പോഴും കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ വേർട്ടിക്കലിൽ തന്നെ സിനിമ പ്രൊഡക്ഷനാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല മലയാളം സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു AD എന്ന് പറയാം, അരുൺ വാണിയംകുളം. അപ്പോൾ അരുണിനെ പോലത്തെ ഒരു ADക്ക് ത്രില്ലർ ജോണറിൽ സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ടച്ചുള്ള സിനിമ, അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ത്രില്ലർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കുറേ കാലമായിട്ട് ഷെൽഫ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോജക്ട്സാണ്. അപ്പോൾ അതിനെ ഒരു വേർട്ടിക്കലിൽ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ കഴിവുള്ള ആൾക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എനിക്ക് ചില ക്യാരക്ടേഴ്സ്, ഇപ്പം ഞാൻ എഴുതുന്ന കഥകളിലായാലും അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ, അത് ചിലപ്പോൾ നാട്ടുകാർ കാണണമെന്ന് പോലുമില്ല. അതിനകത്ത് ചിലപ്പോൾ മെയിൻ ക്യാരക്ടർ കുഞ്ഞുമോളായിരിക്കും ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മോനെ ആയിരിക്കും ഞാൻ ആലോചിക്കുക. അവർക്ക് പറ്റും എന്നെനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. പക്ഷെ എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രി അത് ആലോചിക്കില്ല. ഈ ക്യാരക്ടറാണെങ്കിൽ ഇതാണെങ്കിൽ ഇന്ന ആളെ പറ്റുള്ളൂ, ഇന്നാരുടെ മകനെ മാത്രമേ പറ്റൂ. അങ്ങനെ ഇല്ല. മുൻധാരണകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല, ഒരിക്കലുമില്ല. കാരണം മലയാള സിനിമയ്ക്ക് മുൻധാരണകൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തിങ്കളാഴ്ച നിശ്ചയം അല്ലെങ്കിൽ അവിഹിതം പോലത്തെ സിനിമ. കാരണം കണ്ണൂർ ഭാഷ ആർക്കും മനസ്സിലാവില്ല എന്ന് കുഞ്ഞുമോൾ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ കണ്ണൂർ ഭാഷയിൽ വന്ന ഈട എന്നാത്താൻ കേസോട്, അവിഹിതം, തിങ്കളാഴ്ച നിശ്ചയം, പ്യുവർ കണ്ണൂർ ഭാഷ. കാസർഗോഡ് കുറച്ചും കൂടി ടഫാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഈ ഭാഷയുടെ ഒരു ചേഞ്ച് കണ്ടിട്ടുള്ളത്, ഞാൻ മുതുകാട് സാറുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട മാമ എന്ന് പറയും, എല്ലാവരും മാമ എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും, മുതുകാട് സാറിൻ്റെ കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ മാമ എപ്പോഴും സംസാരിക്കണത് നിലമ്പൂർ ഭാഷയാണ്. നിലമ്പൂർ ഭാഷ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ മാമയുടെ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ കുറേ ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പം മാമയുടെ ചോദിച്ചു, മാമ ഇതെന്താ? അപ്പോൾ നിങ്ങൾ ആ കടയിൽ ഈ സാധനം കിട്ടുമെന്ന് ചോദിച്ചേ. മാമ ആ കടയിൽ ഈ സാധനം കിട്ടും. എന്ന് വെച്ചാൽ ഇതെന്ത് ചോദ്യമാണ്, അവിടെ കിട്ടുമല്ലോ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇത്രയും വാക്കുകളാണ് എന്നൊരു ശബ്ദത്തിൽ. ഒന്നുകൂടെ ചോദിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇതൊന്നും ചോദിക്കരുത്, അവിടെ കിട്ടില്ല. ഇങ്ങനെ വാക്കുകളില്ലാണ്ടായ ഭാഷയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എത്ര രസകരമാണ്. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്, നമുക്ക് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഭാഷ മാറി. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാറശാലയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ഗോവിന്ദൻ്റെ അച്ഛൻ, ഗോപാലൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ലെവലുള്ള ഒരു താളം പിടിച്ച ഭാഷയുണ്ട്. ഇത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് കഴിഞ്ഞാൽ ഭർത്താവ്, ഭാര്യ, ഫഗൻ, ഫീമൻ, ഫാം വെച്ചിട്ടുള്ള കളിയാണ് കൊല്ലം. കോട്ടയം അല്ല, കൊല്ലമാണത്. കോട്ടയമായി കഴിഞ്ഞാൽ മറ്റേ പാലാ സൈഡൊക്കെ കഴിഞ്ഞാൽ എന്നാട്, എന്നാ എന്നാത്തിനാ, അങ്ങനെയുള്ളൊരു ഭാഷ വരും. ഇത് കഴിഞ്ഞ് എന്താടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാർക്കാണ് കൊച്ചി ആ ഏരിയ. അപ്പോൾ കെഡിസ്കൂ ടൈപ്പ് ആടായി. അത് നമ്മൾ തൃശ്ശൂർ വന്നു. അത് കഴിഞ്ഞാൽ മറ്റേ ഒരു പ്യുവർ മുസ്ലിം ഭാഷ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ ഭാഷ, കാസർഗോഡ്. ഇത്രയും വേരിഡ് കൾച്ചർ നമുക്ക് ഈ കാണുന്ന ചെറിയ കേരളം, ഒരു 450. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലൈൻ തന്നെ അങ്ങനെയാണല്ലോ, 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്ന പോലെയുള്ള സത്യം. കാരണം ഈ 500 കിലോമീറ്റർ, ഈ മൊത്തം 500 കിലോമീറ്റർ കഷ്ടിച്ചാൽ 500-550 കിലോമീറ്റർ നീളവും ഒരു 60-65 കിലോമീറ്റർ വീതിയേ ഉള്ളൂ കേരളത്തിന്. അതൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം ഈ 65 കിലോമീറ്റർ എന്ന് പറയാനുള്ള ധൈര്യം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തിനൊരു വലിയൊരു റെക്കോർഡുണ്ട്. അതായത് കോവളം ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, പൊന്മുടി ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 63 കിലോമീറ്ററാണ്. ഇത് 2 എഡ്ജാണ്, ഒന്ന് മലയുടെ മുകളിലും ഒന്ന് കടലും. ഇത് ഒന്ന് ആവറേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ 63 കിലോമീറ്ററേ ഉള്ളൂ. പാലക്കാടിൽ ആ ഏരിയയിൽ കാണാതെ പോയ ഒരു മലയുടെ കഷ്ണം, അതാണ് മെഡഗാസ്കർ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കേരളത്തിലുള്ള ഏലക്കയും ഗ്രാമ്പും പട്ടയും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അവർക്ക് തേങ്ങ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ തെങ്ങുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ അത് തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൾച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സാധിച്ചത് ദുബായിലുണ്ടായിരുന്ന സമയത്താണ്. അവിടെ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരും പല നാട്ടുകാരെയും കണ്ട് പല രുചികളും കണ്ടു. അപ്പോൾ അങ്ങനെ പല കൾച്ചേഴ്സ് കണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞ ദുബായ് എനിക്ക് തന്നൊരു നേട്ടവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ പല വേർട്ടിക്കൽസിനകത്ത് ചാരിറ്റി ഉണ്ട്, സിനിമയുണ്ട്. ഈ സിനിമയ്ക്കകത്ത് പ്രോപ്പറായിട്ട് ഒരു കമ്പനി ഫോം ചെയ്തു. കാരണം AVM ശരവണൻ സാറെ പോലെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം കുമാറിനെ പോലെയോ അവരെല്ലാം മനസ്സിലാക്കിയത് ഇതൊരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ രാംഗോപാൽ വർമ്മ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, നമുക്ക് പഴയതുപോലെ കമ്പനികൾ വന്നാലേ, അതായത് ഒരു സിനിമയിൽ നിന്നുള്ള നേട്ടം എല്ലാവർക്കും ഒരേപോലെ അവരുടെ എഫേർട്ട് അനുസരിച്ച് പെർസെൻറ്റേജ് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്കത് ഇതായിരിക്കും. പണ്ട് 80 രൂപയായിരുന്നു KB സുന്ദരാമ്പാളുടെ സാലറി. അത് ഇന്ന് ഐ തിങ്ക് 8 ലക്ഷം രൂപ കൂടുതലാണ് ഒരു മാസം. 8 ലക്ഷം ഒന്നുമല്ല, 80 ലക്ഷത്തിൽ കൂടുതലാണെന്ന് തോന്നുന്നു അന്നത്തെ കാര്യം പറയുമ്പോൾ. അന്ന് ഈ സമയത്തൊക്കെ ഈ ഉദയായാലും അതുപോലെ മെറിലാൻഡിലൊക്കെ വർക്ക് ചെയ്തവർക്ക് മന്ത്ലി സാലറിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? കാരണം ഇപ്പോൾ വക്കീലായിട്ട് ഒരു ബാങ്കിൽ പോയി ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല, ആക്ടറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തരത്തില്ല. അപ്പോൾ പിന്നെ മനുഷ്യനായിട്ട് ജീവിക്കാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? താടി വളർത്തി സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല ഒക്കെ. ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എല്ലാത്തിലും റെസ്ട്രിക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലാലിബർട്ട ആസ് എ കമ്പനി അർഹിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് ചെയ്യാനുള്ളൊരു വേർട്ടിക്കൽ ഉണ്ടാവും, സിനിമയ്ക്കൊരു വേർട്ടിക്കൽ ഉണ്ടാവും, ലീഗൽ സൈഡിലൊരു വേർട്ടിക്കൽ ഉണ്ടാവും, വോയിസ് ലെവലിലൊരു വേർട്ടിക്കൽ ഉണ്ടാവും, ട്രെയിനിങ് പ്രോഗ്രാംസിലൊരു വേർട്ടിക്കൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല വേർട്ടിക്കൽസ് ഉള്ളൊരു ഓർഗനൈസേഷനാണ് ലാലിബർട്ട. അത് ഇന്നും ഈ നേരത്തെ പറഞ്ഞ ചൈനീസ് ബാമ്പു പോലെ ആ ഷൂട്ടിൻ്റെ ലെവൽ എത്തിയിട്ടുള്ളൂ, അത് മേളോട്ട് വളർന്നിട്ടില്ല. അതിൻ്റെ വേരുകൾ പടർത്തി അതിൻ്റെ ഒരു ഗ്രിപ്പ് മാക്സിമം ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൊണ്ടാണ് പലപ്പോഴും മീഡിയാസ് പോലും അത് അറിയാതിരിക്കുന്നത്. അല്ല, അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ എന്തൊക്കെ സത്യം പറഞ്ഞാലും അവർക്ക് കേൾക്കേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ ക്ഷീരമുള്ള പശുവിൻ്റെ അകിട്ടിലും ചോര തന്നെ കൗതുകം. എന്നെ കൊതുക് കടിക്കാറില്ല, അത് വാസ്തവമാണ്. എന്നെ കൊതുക് കടിക്കാറില്ല. കൊച്ചിയിൽ ഞാൻ ജീവിക്കുമ്പോൾ പോലും എന്നെ കൊതുക് കടിക്കില്ല. എൻ്റെ രക്തത്തിൻ്റെ ടേസ്റ്റ് അതിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇമാതിരി സോഷ്യൽ മീഡിയ കൊതുകുകളുണ്ട്, വന്ന് എന്നോ കടിച്ച് എനിക്ക് എന്തെങ്കിലും അസുഖം വരുത്തുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊതുക് കടിച്ചിട്ട് കാര്യമില്ല, കാരണം എനിക്ക് തൊലിക്കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അടുത്തെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം നമ്മൾ പലതും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാതെ പിന്നെയും ചോദ്യം ചോദിച്ചു വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ വരാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരിക്കലും ഒരാളും എനിക്ക് ശത്രുവല്ല. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പറ്റിച്ച ആൾക്കാർ, അവനെ പൊട്ടനാക്കി, അവനെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും ഞാൻ പറയുന്നത് നാളെ നിനക്ക് എന്നെ പിന്നെയും ആവശ്യം വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, കർമ്മ ഇസ് എ ട്രൂത്ത്. അപ്പോൾ എന്നെ ആവശ്യം വരും. അന്ന് തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ തിരിച്ചെടുക്കേണ്ടി വരും. വലിയ പാടാണ്. നമ്മൾ ആഹാരം കഴിച്ച് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് തിന്നാൻ പറ്റില്ല. തിരുക്കുറലിൽ തിരുവള്ളുവർ പറയുന്നുണ്ട്, ഇനിയ ഉളവാക ഇന്നാത് കൂറൽ കനീറിപ്പക്കായ് കവർന്നറ്റ്. നല്ല വാക്കുകളുള്ളപ്പോൾ ചീത്ത വാക്കുകൾ പറയുന്നത്, നല്ല പഴങ്ങളുള്ളപ്പോൾ പച്ചക്കായ കടിച്ച് വായിൽ കറയാക്കുന്നത് പോലെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ 7 വാക്കുകളുള്ള തിരുക്കുറൽ എന്ന് പറയുന്ന ഏത് ലൈൻ എടുത്താലും അതിന് അത്ര ഡെപ്തുള്ളൊരു നോളജാണ്. ആ നോളജെല്ലാം നമ്മൾ ഒരു പ്രൈഡായിട്ട് എടുക്കുന്നതിന് പകരം ഇന്നും തമിഴ് എന്ന് പറയാൻ പോലും ആൾക്കാർക്ക് പറ്റില്ല. തമിഴ്നാട്ടിൽ പോലും തമിഴ് എന്നാണ് പറയുന്നത്, തമിഴ് എന്നുള്ള ഴ പറയുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ കൾച്ചറും ലാംഗ്വേജും എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യം. ലാ ലിബർട്ടയുടെ ഒരു ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്ന പോലെ ആ ഒരു വലിയ സ്വപ്നം, ആ സ്വപ്നം ഒന്നിലേറെ സ്വപ്നങ്ങൾ സംഗമിക്കുന്ന ഒരു വേദി കൂടിയാണ്. അതിലേക്കുള്ള ഒരു പ്രയത്നത്തിലാണ്. അല്ല, ഇത് ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും എന്ന് ചോദിക്കും. കാരണം ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നമ്മളിപ്പോൾ ഞാൻ പറയുകയാണ്, നല്ല റവ വറുത്തിട്ട് അതിൽ 3/4 കപ്പ് നെയ്യൊക്കെ ഒഴിച്ച് അതിൽ പഞ്ചസാര ഇങ്ങനെ പറയുന്നതിനേക്കാളും ഞാൻ കേസരി ഉണ്ടാക്കി തന്നാൽ പോലും കഴിച്ച് രുചിച്ചാൽ ഓക്കെ ആണെങ്കിൽ മതിയല്ലോ. ആ ഒരു ലെവൽ വരെ നമ്മൾ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തതിന് ശേഷം. ഞാൻ താറാവിനെ പോലെയാ, വെള്ളത്തിന് മുകളിൽ കാണുമ്പോൾ ഹായ് എന്ത് രസമായിട്ട് പോകുന്നു, അതിനെ താഴെ കാലിട്ടടിക്കണം എനിക്കല്ലേ അറിയാം. താറാവ് അങ്ങനെയാ, താറാവ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക, പക്ഷെ താഴെ ഇങ്ങനെ അടിച്ചിട്ടാണ് അത് നീങ്ങുന്നത്. കുറച്ച് നീങ്ങണമെങ്കിൽ പോലും അതിനെ കാലടിക്കും, അങ്ങനെ കാലടിക്കും, തീർച്ചയായിട്ടും അടിക്കും. പോഡ്കാസ്റ്റ് തുടങ്ങി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഈ രൺജിത് പണിക്കറുടെ ചില സിനിമയിൽ നായകൻ വരുന്നത് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകരെ വളരെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് മൂർത്തി അപ്പൂപ്പൻ്റെ വിശേഷങ്ങളാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പത്തരമാറ്റിലേക്ക് പോവാണ്. പത്തരമാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കളുടെ ഒരു രൂപത്തിനോ ഭാവത്തിനോ താങ്കളുടെ ഒരു റൂട്ടിനോ നേരെ വ്യത്യസ്തമായിട്ടുള്ള, ഒരിക്കലും ലൈഫിൽ എനിക്ക് തോന്നുന്നു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ സീരിയലിലെ ക്യാരക്ടറും ഈ സീരിയലിൻ്റെ ഒരു അന്തരീക്ഷവും പെട്ടെന്ന് സിങ്കാവാത്ത മെർജാവാത്ത ഒരു കാര്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ അത് വളരെ ആസ്വദിച്ച് ചെയ്യുകയാണ്.
നമ്മളൊരു പ്രൊഫഷനാണെങ്കിൽ ആ പ്രൊഫഷനിൽ ആസ്വദിച്ച് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാനതുപോലെ കണ്ടിട്ടുള്ളത് അലിയാർ സാറാണ്. അലിയാർ സാറിൻ്റെ ഒരു വോയിസ് മോഡുലേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഫോർ എലിഫൻറ്റ് പോലെയുള്ള ഒരു പ്രോഗ്രാമിന് വോയിസ് കൊടുക്കുന്നു, കിങ് പോലെയുള്ള ഒരു സിനിമയിൽ ദേവന് ഡബ് ചെയ്യുന്നു. അതേ ആൾ തന്നെ ഇവിടെ സീരിയലിലെ നമ്മൾ ഈ പറയുന്ന ടിപ്പിക്കൽ ഡയലോഗ്സ് അതിൻ്റെ ഒരു മോഡുലേഷനിൽ കരാളഹസ്തത്തിന്റെ കരവലയത്തിൽ പെട്ടിരിക്കുന്ന അരുന്ധതി അത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു അധ്യാപകനാണ്. ഈ എന്താ പറയുക 70 വയസ്സിനും 80 വയസ്സിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. എന്നിട്ടും അദ്ദേഹം കൃത്യമായിട്ട് വോയിസ് ബൂത്തിലെത്തുന്നു, ഡബ് ചെയ്യുന്നു. ഞാനിവിടെ തൃശ്ശൂർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് ക്ഷമിക്കൂ, ഞാൻ എന്തായാലും എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിനൊക്കെ ഒരു ഊർജ്ജം, അല്ലെങ്കിൽ അദ്ദേഹം വ്യാപരിക്കുന്ന ലോകം ഓരോ മീഡിയയ്ക്കും വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം, ആ ഒരു ബോധ്യം തന്നെയായിരിക്കും ഒരു സീരിയലിൽ നമുക്കൊരു കരിയറുണ്ട്, അതും നമ്മുടെ ഈ പറഞ്ഞ രൂപത്തിന് യാതൊരു വ്യത്യാസവും വരുത്താതെ. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ, ഒരു വലിയ ഫാമിലിയിൽ ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നെടുമുടി വേണും തിലകനും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് അപ്പൂപ്പൻ വേഷങ്ങൾ, തിക്കുറിശി ചെയ്തിട്ടുള്ള അപ്പൂപ്പൻ വേഷങ്ങൾ. ഇതൊന്നുമല്ല ഈ താടി, ഇത്ര വരെ താടിയുള്ള കണ്ണട വെച്ച ഒരു അപ്പൂപ്പൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പത്രമാറ്റി സീരിയലിലേക്ക് ഈ ഒരു ലുക്കും കൊണ്ടെത്തിയത്? ഇത് ഈ ഒരു ലുക്കിലല്ല എത്തിയത്. ആക്ച്വലി കോഴിക്കോടുള്ള വേറൊരു ചേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നത് ഏപ്രിൽ 5-ാം തീയതി. എൻ്റെ ഏത് വർഷമായിരുന്നു? 2021. അപ്പോൾ 4 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ 2021 ഏപ്രിലിൽ ഈ ഷൂട്ട് തുടങ്ങാനുള്ള സമയമാവുന്ന ഇങ്ങനെ ഡിസ്കഷനൊക്കെ വരുന്നു. അപ്പോൾ എനിക്ക് കോൾ വന്നത്, ചേട്ടാ ഒരു ക്യാരക്ടറുണ്ട്, 75 വയസ്സായ ക്യാരക്ടറാണ്, ചെയ്യോ? ചെയ്യാം, അതിനെന്താ. എനിക്ക് ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 32 വയസ്സായിരുന്നപ്പോഴാണ് അനുപം ഖേർ സാറാൻഷിൽ 75 വയസ്സായ ക്യാരക്ടർ ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നു. സ്വന്തം മകൻ്റെ ചിതാഭസ്മം എയർപോർട്ടിൽ പാർസലായിട്ട് വരുമ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഭാര്യയെ അറിയിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ, ഗംഭീര ക്യാരക്ടർ. എനിക്ക് സാറാൻഷ് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് സിനിമ ഈസ് എ ലെസൺ ഫോർ മീ. അവരുടെ അഭിനയം കാണുമ്പോൾ അവരെങ്ങനെ ചെയ്യുന്നു. എനിക്ക് കുഞ്ഞുമോളൊരു വലിയ ലെസനാണ്. അഭിനയിക്കാൻ പോകുമ്പോൾ കളിച്ച് ചിരിച്ച് പോകുന്ന ആൾ അവിടെ തല തല്ലി ഉരുണ്ട് പടച്ച് വീണ് ഓവർ ഡെഡിക്കേഷനിൽ കണ്ണൊക്കെ വീങ്ങി തിരിച്ചു വരുന്ന ആളെ കാണുമ്പോൾ ലൈഫ് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഐ വുഡ് കൺസിഡർ ഹാസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എനിക്ക് വലിയ മതിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ അവർക്കെല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഞാൻ വന്നു. 5-ാം തീയതി ഷൂട്ട് തുടങ്ങി. സീരിയൽ താടിയൊന്നുമില്ല. ഉണ്ട്, താടി. ഇത്ര താടി ഉണ്ടോ? ഇത്രയില്ല, ഒരു ഏകദേശം ഇത്ര ഉണ്ടാവും, പകുതി. പിന്നെയാണ് ഞാൻ അറിയുന്നത് ആ ക്യാരക്ടർ ചെയ്യാനുണ്ടായിരുന്ന ആ വ്യക്തി അദ്ദേഹം മരിച്ചുപോയി. ഷൂട്ടിന് 2 ദിവസം മുന്നേ മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എമർജൻസിക്ക് വേറെ ആരെയും കിട്ടാതെയാണ് ഞാൻ റീപ്ലേസ്ഡ് ആയത്. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത 2 ക്യാരക്ടേഴ്സ്. ഒരു അപ്പൂപ്പനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് കണ്ട ഓർമ്മ വളരെ ഫെയിൻ്റാണ്. എനിക്ക് കാപ്പി ഒഴിച്ചു തരുന്ന ഏതോ ഒരു രൂപം മാത്രമേ. അങ്ങനെയാണ് ഞാൻ കാപ്പി ഫാൻ ആയതെന്നാണ് അമ്മ പറയുന്നത്. വേറൊരു അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര സ്നേഹിക്കുന്ന. അപ്പോൾ 2 പേരുടെയും ക്യാരക്ടറിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ മൂത്തി മുത്തശ്ശൻ. അപ്പോൾ എനിക്ക് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കേട്ടിട്ടുള്ള എറണാകുളം കോടതികൾ, അവിടുത്തെ എല്ലാ ഓർഗനൈസേഷൻസ്, അവിടുത്തെ അസോസിയേഷൻസ് എല്ലാത്തിനെയും വേറൊരു രീതിയിൽ കണ്ടിരുന്നു. അതായത് എല്ലാവരും ഇങ്ങനെ കണ്ണെടുത്ത് ഇങ്ങനെ അങ്ങനെ കണ്ടിരുന്നൊരു വ്യക്തി എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് AS കൃഷ്ണയ്യർ. അദ്ദേഹം ജസ്റ്റിസ് പരിപൂർണം അതുപോലുള്ള എല്ലാ സ്റ്റാൾവേർഡ്സിൻ്റെയും കൂടെയൊക്കെ അവരൊക്കെ കണ്ടംപററീസോ അല്ലെങ്കിൽ ജൂനിയേഴ്സോ ഒക്കെ ആയിരുന്നു. ജസ്റ്റിസ് പരമേശ്വര അയ്യർ, അങ്ങനെ പല ആൾക്കാർ. അപ്പോൾ ആ അപ്പൂപ്പൻ്റെ ചില കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പാണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സർ ഇനി ഞാൻ എന്ത് ചെയ്യണം, സർ ഇനി ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ നീ ഒരു കാര്യം ചെയ്യ്, ഗേറ്റ് തുറന്നിട്ട് റൈറ്റിലേക്ക് പോവുക. നേരെ പോയാൽ അവിടെ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് ഒരു റൈറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡ് വരും. ബസ് കയറി നിൻ്റെ വീട്ടിൽ പോകും എന്ന് പറഞ്ഞ് തിരിഞ്ഞും ഒന്നും പറയാൻ നടന്നു പോകും. അത്ര ഷാർപ്പായിട്ട് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊള്ളിക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അത്ര ഷാർപ്പായിട്ട് പറയുന്ന ഒരു ഇൻ്റലിജൻറ്റ് വെരി ഷാർപ്പ് ആഡ്വക്കേറ്റ്. പക്ഷേ സ്നേഹിക്കാനും, മക്കൾ അത്രത്തോളം സ്നേഹിക്കാനും, സ്വന്തം മകന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ വേറൊരാൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ചെയ്ത് അങ്ങനെ സ്നേഹിച്ച, എല്ലാവർക്കും എല്ലാം കിട്ടണം എന്ന് ആഗ്രഹിച്ച അങ്ങനെ ഒരു മെഗ്നാനിമസ് അപ്പൂപ്പൻ. അത് അച്ഛൻ്റെ അച്ഛൻ. അമ്മയുടെ അച്ഛൻ
കഴിവിൻ്റെ പരമാവധി സ്നേഹിച്ച് ഉള്ളതെല്ലാം മക്കൾക്ക് കൊടുത്ത് അങ്ങനെ ലൈഫ് മാറ്റിവെച്ച്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മാമ്പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത്രയും ഉണ്ടാവുള്ളൂ പൈസ. അപ്പം അങ്ങനെയുള്ള 2 അപ്പൂപ്പന്മാരെയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അനന്തമൂർത്തിയായി. സോ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ ഒരു പാടുമില്ല. ഈ സീരിയല് ഇപ്പോൾ ഈ ലുക്കും ഈ മൂർത്തിയപ്പൂപ്പ് എന്നുള്ള ക്യാരക്ടറും വലിയ ഹിറ്റാവുന്നു. ഇതിനു മുമ്പ് ഒരുപാട് സീരിയലിൽ ചെയ്തിട്ടുണ്ട്. തൂവൽ സ്പർശം അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ അതിലൊക്കെ ചെറിയ താടി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു താടിയില്ല. ഇപ്പോൾ ചൈതന്യ സ്വാമിയുടെ ക്യാരക്ടർ മഹാഗുരു, ഡോക്ടർ എസ് മഹേഷ് അദ്ദേഹം ചെയ്ത, ഇപ്പം കാളിയൻ ചെയ്യുന്ന അദ്ദേഹം ചെയ്ത സീരിയലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം രവീന്ദ്രനാഥ് ടാഗോറായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇല്ല, ചൈതന്യസ്വാമിയുടെ ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ ഫൈനൽ ഗുരുദേവൻ്റെ സമാധി വരെയുള്ള കാലഘട്ടത്തിൽ അപ്പം ഞാൻ ആദ്യം നിത്യചൈതന്യ യതിയാണോ എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ യതീനെ ഞാൻ കാണുന്നത് എൻ്റെ 10 വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് വേദാന്ത, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ലൈബ്രറിയൊക്കെ കണ്ട് ഞാൻ ഞെട്ടിയത്. ഒരുപക്ഷെ എൻ്റെ റൈറ്റിംഗ് പോലും അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം 143 ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ലൈഫ് ടൈമിൽ എത്ര എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ആ ഒരു തോട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്തത് താടിയുള്ള ക്യാരക്ടറാണ്. കാരണം ചൈതന്യസ്വാമി താടിയുള്ള ഗുരുദേവൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടർ. അതേ താടി തന്നെ നടുക്ക് മാത്രം കറുപ്പടിച്ച് കഴിഞ്ഞപ്പോൾ പാറക്കൽ രാംദാസായി. അതേ താടി തന്നെ ഷോർട്ടായിട്ട് വെട്ടിയിട്ട് കറുത്ത കോട്ടിട്ട് കഴിഞ്ഞപ്പം ഞാൻ കുടുംബവിളക്കിനകത്ത് വേദികയുടെ വക്കീലായി. കുടുംബവിളക്ക് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സീരിയലിൻ്റെ അതിൽ ചെറിയൊരു വേഷമായിരുന്നു. പക്ഷെ ആൾക്കാർ പിന്നെയും എൻ്റെ കോളേജിൽ തന്നെ പറയും, നീ വക്കീൽ പാസ്സാവുന്നതിന് മുന്നേ തന്നെ നീ കയറി അങ്ങ് വാദിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് ഞാൻ LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇല്ല, അത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അത് പണ്ടെന്ന് പറയരുത്. അപ്പോൾ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും താടിയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ 2019 കഴിഞ്ഞിട്ട് ഞാൻ താടി എടുത്തിട്ടില്ല, ഷോർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ടുണ്ടായിരുന്നത് വടക്കേക്കൂർ രാജവർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ, ഒരു ജോത്സ്യൻ്റെ ക്യാരക്ടർ, അത് സീയിലായിരുന്നു. അപ്പം അങ്ങനെ പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്യുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ അക്കരപ്പച്ച എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ, അതിലൊരു ഡോക്ടറിൻ്റെ വേഷമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ആലിപ്പഴം, മേഘം, സ്ത്രീയുടെ സാന്ത്വനം, അങ്ങനെ കുറേ. ആലിപ്പഴത്തിലെ വില്ലനായിരുന്നു ബെന്നി തിരക്കൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. മേഘം അതിലെ പോലീസ് ഓഫീസറായിരുന്നു. അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു. സീരിയലും സിനിമ, നാടകം എല്ലാം. എനിക്ക് ലൈവ് TV ഷോ, ഇൻ്റർവ്യൂ ഷോസ്, അതുകൂടാതെ ഡോക്യുമെൻ്ററി വോയിസ് ഓവേഴ്സ്, അതിലേക്കൊക്കെ വരാം. മൂർത്തിയപ്പൂപ്പൻ്റെ ഒരു ക്യാരക്ടർ വലിയ ഹിറ്റായി മാറുന്നു. നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ നമ്മളൊരു കാരിക്കേച്ചർ പോലെ ഇത് വരച്ചെടുക്കുന്ന പറയുമ്പോൾ ചില പ്രത്യേകതകളാണല്ലോ ക്യാരക്ടറിൻ്റെ കൂടെ പോരുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ ഹിറ്റാവുമ്പോൾ തന്നെ അതിൽ നമുക്ക് വരുന്നൊരു നെഗറ്റീവ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്തരം ക്യാരക്ടറുകളിലേക്ക് മാത്രം വിളിക്കുന്നൊരവസ്ഥയും വരും. അപ്പം നെടുമുടി വേണുവൊക്കെ ഒരു സമയത്ത് ഒരുപാട് ക്യാരക്ടറുകൾ, അദ്ദേഹം അത്ര നാൾ ഭയങ്കര വേഴ്സറ്റൈലായിട്ട് ചെയ്തിരുന്ന ഒരു ആക്ടർ. എനിക്ക് തോന്നുന്നു ഒരു ഹിസൈനിസ് അബ്ദുള്ള എന്നുള്ള സിനിമ അദ്ദേഹം ഒരു വൃദ്ധവേഷം ചെയ്യുന്നു, തൊട്ടു പിന്നാലെ സാന്ത്വനം ചെയ്യുന്നു, തൊട്ടു പിന്നാലെ സർഗം ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മിമിക്രിക്കാരെടുക്കുന്ന ടിപ്പിക്കൽ ഡയലോഗ് പോലെ വയ്യ എന്ന് പറഞ്ഞ ഇതിങ്ങനെ കണ്ടിന്യൂസ് വൃദ്ധവേഷങ്ങൾ ചെയ്ത് പിന്നെ ഒരു ചേഞ്ച് വരുന്നത് തേന്മാവിൻ കൊമ്പത്തിലാണ്. വീണ്ടും ഒരു നെഗറ്റീവ് സംഭവം ചെയ്യുന്നത്. ഒരു 4 വർഷത്തോളം ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറുകളൊക്കെ സംഭവം അദ്ദേഹം ഒരു വലിയ നടനായതുകൊണ്ട് അതിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിലങ്ങോട്ട് തളയ്ക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. ഇതിലിപ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം, രാഷ്ട്രം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മീഡിയക്കാരൻ്റെ ഇതിന് ചെയ്യുന്നില്ല. കാരണം സ്റ്റീരിയോ ടൈപ്ഡ് ആയി. കാരണം സിനിമയിലെ DGP എന്ന് പറഞ്ഞാൽ ജഗന്നാഥ് വർമ്മ സാറായിരുന്നു. അതെ. അപ്പോൾ മനുവിന് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യരുത്. പക്ഷേ ഏത് സിനിമയിൽ DGP എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് ജഗന്നാഥ് വർമ്മ സാറിനെ കൊല്ലം തുളസി എന്ന് രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അമ്പിളിച്ചേട്ടൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് എടുക്കുന്നത്. അമ്പിളിച്ചേട്ടൻ നസീർ സാറിൻ്റെ കാലം തൊട്ടുള്ള ആളാണ്. കുഞ്ചുമാഷും നസീർ സാർ, അമ്പിളിച്ചേട്ടനും നസീർ സാറൊക്കെ അക്കാലം തൊട്ട് തന്നെയുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അന്യഭാഷകളിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം മലയാളത്തിലെ ക്യാരക്ടേഴ്സ് തീരട്ടെ. ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം ഞാൻ അന്യഭാഷ, ഞാനൊരു പാൻ ഇന്ത്യൻ ആക്ടർ. അപ്പോൾ ഞാൻ തെലുങ്കും തമിഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തെലുങ്കിൽ പോകുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഐ വുഡ് സേ ക്യാരക്ടർ സ്റ്റീരിയോ ടൈപ്പിംഗ് എനിക്കൊരു പേടിയില്ല. കാരണം ഇപ്പോൾ രാമബാണത്തിലെ വില്ലൻ അല്ല അഖണ്ഡയിലെ വില്ലൻ. അപ്പോൾ അതിൽ എനിക്ക് തെലുങ്കിൽ വ്യത്യാസം കിട്ടിയിട്ടുണ്ട്. 2-3 സിനിമയാകുമ്പോൾ തന്നെ ഒരെണ്ണം 128 വയസ്സായ ഒരു ബാബാജിയുടെ ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മുടെ തമന്ന ഭാട്ടിയുടെ ഓദില 2 അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ വേരിയേഷൻ നമുക്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് ഞാനിങ്ങനെ
മുടി ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്ക് 3-4 വയസ്സിൽ അപ്പൂപ്പൻ മരിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന, അപ്പോൾ ആ തിങ്കിങ് അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ എനിക്കതെല്ലാം ഇൻസ്പയറിംഗ് ആണ്. ആ ക്യാരക്ടർ ചെയ്യാൻ അത്രത്തോളം ഇൻസ്പയറിംഗ് ആണ്. ഇറ്റ് ഈസ് എ വേ ഐ ഹാൻഡിൽ തിങ്സ് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സ്റ്റീരിയോടൈപ്പ് എനിക്ക് വയസ്സൻ ക്യാരക്ടേഴ്സ് തന്നാലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ ആകെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷെഡ്യൂളിൽ ഒരു സീൻ എടുത്തിട്ട് അതിൻ്റെ കട്ട്സ് ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ എടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് താടി വെട്ടാൻ പറ്റില്ല. അങ്ങനെ നീണ്ട് പോയി കല്യാണത്തിനിടയിലും ആ താടി വന്നു കഴിഞ്ഞപ്പം നാട്ടുകാർ നെഞ്ചിൽ പൊങ്കാല. അപ്പോൾ എനിക്ക് നെഞ്ചിൽ പൊങ്കാലിട്ട ആൾക്കാർക്ക് എല്ലാവർക്കും താങ്ക്സ് തന്നെ പറയണം, കാരണം അവർ അറ്റ്ലീസ്റ്റ് അത്രയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, വലിയ കാര്യം. ഈ വിക്കിപീഡിയ പറയുന്നത് താങ്കൾക്ക് 50 വയസ്സേ ആയിട്ടുള്ളതെന്നാണ്. വിക്കിപീഡിയ അല്ല, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ കാണിക്കുന്ന SLC ബുക്കും എൻ്റെ ആധാർ കാർഡും എല്ലാം പറയുന്നത് എനിക്ക് 50 വയസ്സ് തന്നെയാണ്. നമ്മുടെ യഥാർത്ഥ പ്രായം ആയിരിക്കില്ല, അവർക്ക് തോന്നിയൊരു പ്രായം അവിടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എല്ലാ സ്ഥലത്തും എൻ്റെ ആധാർ കാർഡ് ഉൾപ്പെടെ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. 50 വയസ്സാണെന്ന് ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്കൊരു കൗതുകം. ആൾക്കാർ എന്നെ 75 വയസ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. 90 വയസ്സായ മുത്തശ്ശിമാരൊക്കെ അയ്യോ നമ്മുടെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാ വരിക. പാവല്ലേ, എന്ത് രസമാണ്. ഇപ്പോൾ ബിന്ദുമ്മ എൻ്റെ അമ്മയുടെ പ്രായമാണ്. അവരുടെ മൂത്ത മകനും ഞാനും തമ്മിൽ 1 വയസ്സ് വ്യത്യാസം. അവരുടെ മൂത്തമൻ എന്നെക്കാളും 1 വയസ്സ് ചെറുതാ. അപ്പോൾ ഷോർട്ടിന് തൊട്ട് മുന്നേ വരെ അമ്മ എന്താ വേണ്ടമ്മ, അപ്പോൾ കൃഷ്ണ എനിക്ക് കാലുവേന എടുക്കണു, മരുന്ന് കഴിക്കണം, പല്ലുവേന എടുക്കണു, ഇങ്ങനെ പറയണ അമ്മ ഷോർട്ടിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുന്ധരേ, അപ്പോൾ ഓ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയത്തിൽ മാത്രം കിട്ടുന്നൊരു കാര്യമല്ലേ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. കാരണം ബിന്ദുമേനെ പോലത്തെ ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നത് പത്തരമാറ്റിൽ എനിക്ക് കിട്ടിയ ഒരു നല്ല ഇത് തന്നെയാണ്. പിന്നെ അതിൽ ഓരോ ക്യാരക്ടറായാലും ശരി, ഇപ്പോൾ അനി വിഷ്ണുവിനെ മുത്തശ്ശൻ തന്നെ എപ്പോഴും വിളിക്കുന്നത്, അത് ഓഫ് സ്ക്രീനും ഞാൻ മുത്തശ്ശനാണ്. അപ്പോൾ മേ ബി ഹി ലൈക്സ് ദാറ്റ് വേ. അനുഷയ്ക്ക് ഒരു നല്ലൊരു ബ്രദറിനോട് സംസാരിക്കുന്ന ആ കംഫർട്ടോടെ സംസാരിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്. ഓരോ ആൾക്കാരും ടെക്നീഷ്യൻസ് ആയാലും ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് എനിക്ക് പത്രമാറ്റ് ആ സീരിയൽ എനിക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കുഞ്ഞുമോളെയും എൻ്റെ മക്കളെയും തന്നതും പത്രമാറ്റ് തന്നെയാണ്. എനിക്ക് എൻ്റെ താടി നീളാൻ കാരണമായതും പത്രമാറ്റ് തന്നെയാണ്. അപ്പം നല്ലതും ചീത്ത എല്ലാം കിട്ടിയിട്ടുണ്ട് പത്രമാറ്റ്. പിന്നെ അതിനകത്തും എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ഓരോ മൊമെൻറ്റ്, ഇപ്പോൾ യഹിയ ചെയ്ത ക്യാരക്ടർ നേരത്തെ ചെയ്തിരുന്നത് മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടൻ മാറി യഹിയ വന്നു. അമി ചെയ്തിരുന്ന ക്യാരക്ടർ മാറി മണികണ്ഠൻ ചേട്ടൻ വന്നു. ഇപ്പോൾ ബിന്ദുമ ചെയ്ത ക്യാരക്ടർ നേരത്തെ ചെയ്തിരുന്നത് അംബിക ആയിരുന്നു. അപ്പോൾ അംബിക മാറി ബിന്ദുമ വന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാർ മാറി വന്നാലും മുത്തശ്ശന് മാറ്റമില്ല. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. മാത്രമല്ല ഒരു 4 വർഷം പിന്നിടുന്നു ഇതിൻ്റെ ഒരു ആലോചന. ആക്ച്വലി ടെലികാസ്റ്റ് ആയിട്ട് ഇപ്പോൾ 3 വർഷം ഞങ്ങൾ 3 വർഷം പിന്നിടുന്നു. 3 വർഷം നമ്മളൊരു കുടുംബമായി ഒരേ ലൊക്കേഷൻ, ഒരേ ആർട്ടിസ്റ്റുകൾ, ഒരേ ടെക്നീഷ്യൻസ്, ഇവരുടെ ഒക്കെ ഒപ്പം അതിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സ് മാറിയിട്ടുണ്ട്. ഹാരിസൺ സാർ വന്നിട്ടുണ്ട്, ഷൈജു സാറുണ്ട്. എനിക്ക് ഒത്തിരി കടപ്പാടുള്ള വ്യക്തി ശങ്കറും കൂടിയാണ്. അപ്പോൾ കാരണം ശങ്കറാണ് പൈലറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ശങ്കർ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ആ മുത്തശ്ശൻ ക്യാരക്ടർ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടാണോ എന്തോ പ്രദീപ് പണിക്കരത് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതിയത്. അപ്പോൾ പ്രദീപേട്ടൻ അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഐ റിയലി ലൈക്ക്. ആദ്യം എഴുതുമ്പോൾ ചെറിയ ക്യാരക്ടറായിരുന്നു, എന്നിട്ട് കുറെ കൂടി നമ്മൾ പെർഫോമൻസ്. ഗാഡ്ചോരെ എന്ന് പറയുന്ന ബംഗാളി ഇതിൻ്റെ ഈ മൂലകഥ ഗാഡ്ചോരയാണ്. അപ്പോൾ അതിനകത്ത് ഈ മുത്തശ്ശൻ ക്യാരക്ടർ അത്ര വലിയ ക്യാരക്ടറൊന്നുമല്ല. തെരിമേരി ഡോറിയ അത്ര വലിയ ക്യാരക്ടറാണെന്ന് ചോദിച്ചാൽ അല്ല. ആഹാ കല്യാണം ഇപ്പം ആ സീരിയൽ തന്നെ നിന്നു, തമിഴിലില്ല, ആഹാ കല്യാണം ഇല്ല. കഥ ആരംഭമായത് എനിക്കറിയില്ല, അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നറിയില്ല. പക്ഷെ എന്തോ പത്രമാറ്റിലെ മുത്തശ്ശൻ അങ്ങനെ പോകുന്നു, അടിയും കൊടുത്ത് അടിയും വാങ്ങിച്ച് ഇങ്ങനെ പോകുന്നു. പത്രമാറ്റിലെ നന്നായി പെർഫോം ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് അതിനൊരു എക്സ്റ്റൻഷനും അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നത് ജയറാമേട്ടൻ, ഞാൻ ലോനപ്പൻ്റെ മാമദിസ വർക്ക് ചെയ്യുമ്പോൾ ജയറാമേട്ടൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിലില്ല എന്നുണ്ടെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിൽ പോലും, ഇപ്പോൾ OSS ഓവർ ഷോൾഡർ ഷോട്ട് ആണെങ്കിൽ പോലും, നമ്മൾ കറക്റ്റായിട്ട് ഇമോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, ഇത് പത്മനാഭൻ സാർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആനയെ സ്നേഹിക്കുന്ന പപ്പേട്ടൻ കണ്ടുപിടിച്ച മിമിക്രിയിലെ ഗംഭീരമായിട്ടുള്ള അഭിനയത്തിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള മലയാളം, തമിഴ്, തെലുങ്ക് എന്ന് പറഞ്ഞ് ഏത് ഭാഷയിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ജയറാമേട്ടൻ പറയുന്ന ആ ഒരു മൊമെൻ്റാണ് ലോനപ്പൻ്റെ മാമദിസയിൽ എൻ്റെ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. അതുകൊണ്ട് എൻ്റെ കൂടെ അഭിനയിക്കുന്നവർ എത്രത്തോളം നന്നായിട്ട് അഭിനയിക്കുന്നോ അത്രത്തോളം എൻ്റെ അഭിനയം നന്നായിട്ട് തോന്നും. ഇപ്പം ഞാൻ വളരെ വിഷമിച്ചൊരു ഡയലോഗ് പറഞ്ഞിട്ട് മറ്റേ ആൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് സീൻ കാണുമ്പോൾ ആൾക്കാർ പറയും എന്തോ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നേ പറയും. റിയാക്ഷനാണ് ഒരു പ്രധാന കാര്യം. സോ അത് ആ ഗിവ് ആൻഡ് ടേക്ക് ഞാൻ പറയുന്നു എല്ലാ ആർട്ടിസ്റ്റിനും, എസ്പെഷ്യലി ബിന്ദുമയുടെ കാര്യത്തിൽ അത് പറഞ്ഞേ പറ്റൂ. കാരണം നിമിഷ നേരം കൊണ്ട് വേദനയെല്ലാം മറന്ന് കടിച്ച് പിടിച്ച് ദേഷ്യപ്പെടാനോ കരയാനോ എന്തും ചെയ്യാനുള്ള വലിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ബിന്ദുമയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അത്രയും ഇതാ. പിന്നെ ഹാരിസൺ സാറ് ഒരു സീനിൽ എന്ത് ചെയ്യണം, ഏത് ആർട്ടിസ്റ്റ് എന്ത് ചെയ്യണം എന്നൊക്കെ വളരെ ബോധ്യമുള്ളൊരു ഡയറക്ടറാണ്. ശങ്കറിന് ഷോർട്ട് ബ്യൂട്ടി അതെങ്ങനെ എടുക്കണം എന്നറിയാം. ഷൈജ് സാറ് പിന്നെ ഞങ്ങളുടെ ഹൃദയത്തിലൊരു ഭാഗമാണ്. ഷൈജ് സാർ ഇങ്ങനെ വരും, ആ ചേട്ടാ ഇന്നിങ്ങനെയാണെന്ന് പറയും. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. ആ ഒരു ഫുൾ സെറ്റിൻ്റെ മാത്രമായിട്ട് ഞാൻ പറയും, ഒരിക്കലും ഒരാളുടെ മാത്രമായിട്ടുള്ളതല്ല. ഇപ്പോൾ നീന ചേച്ചിയോട് വർക്ക് ആയാലും അല്ലെങ്കിൽ ഓരോ ആർട്ടിസ്റ്റിൻ്റെ പേരെന്നല്ല, ഇപ്പോൾ നീന ചേച്ചി എന്ന് പറയാൻ കാരണം അതിൽ കനകദുർഗ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ മുഴുവൻ തുടങ്ങുന്നത്. അവരുടെ 3 മക്കളെയും കോടീശ്വരൻ്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന വാശി പിടിച്ച ഒരു അമ്മയുടെ കഥ. അതാണ് ശരിക്കും ഇനീഷ്യൽ പ്രൊമോയിൽ പോലും വന്നത്. അപ്പോൾ അതിൽ മുത്തശ്ശൻ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും ഐ വുഡ് സേ അവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മുത്തശ്ശന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. ഇപ്പോൾ പാവർട്ടിയിലൊരു പ്ലേ സ്കൂളിൻ്റെ പരിപാടിക്ക് ബിമിത ടിറ്റോ അവരുടെ സ്കൂളിൻ്റെ പരിപാടിക്ക് വന്ന സമയത്ത് മുത്തശ്ശൻ ഞാൻ നോക്കുന്ന സമയത്ത് മുട്ടുകുത്തി നിന്നിട്ട്, താങ്കളുടെ ഈ ഉയരം കാരണം ചെറിയ കുട്ടികളാണ്, മുട്ടുകുത്തി നിന്നിട്ടാണ് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അത് ഞാൻ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞങ്ങൾ സൈക്കോളജിയിൽ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു, കൊച്ചു കുട്ടികൾ നോക്കുമ്പോൾ ഈ വലിയവരിങ്ങനെയാണ് നോക്കുക, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വലിയൊരു മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യന് ഇത്രയും വലിയ താടി, മോനെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പേടിയേ ആവത്തുള്ളൂ. അപ്പോൾ എന്തിനാ അവരെ പേടിപ്പിക്കുന്നത്? അവരുടെ ഹൈറ്റിലേക്ക് വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് വലിയ പ്രശ്നമില്ലാത്ത സാധനമാണ്. മക്കൾക്ക് പോലും അച്ഛനമ്മമാരെ ആദ്യം പേടി ഈ സൈസ് കാരണമാണ്. ഒരു ടീനേജൊക്കെ ആയി അവർ നമ്മുടെ തോളോളം വളർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ബ്രോ ആ ലെവലാണ്, അളിയാന്ന് വിളിക്കാതിരുന്നാൽ. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് വിച്ച് മെയ്ഡ് മീ തിങ്ക് കൊച്ചു കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ തോന്നി അവരുടെ ഹൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ, അവരും ഹാപ്പി ആവും. അത്ര മാത്രമേ ആലോചിച്ചുള്ളൂ. അതാണ് അന്ന് അവിടെ വന്നപ്പോഴത് ചെയ്ത് യൂട്യൂബേഴ്സ് മുട്ടുകുത്തുന്നത് കണ്ടോ, കുട്ടികളുടെ മുന്നിൽ മുട്ടുകുത്തി മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞ ചുമ്മാ. അപ്പോൾ ആ യൂട്യൂബേഴ്സ് എഴുതുന്ന പോലെ ഒന്നും അല്ല. ഐ റിയലി വോണ്ട് ദം ടു ബി ഹാപ്പി. നമുക്ക് കുട്ടികൾക്ക് നല്ല മെമ്മറി കൊടുക്കണം. ആസ് എ സൈക്കോളജിസ്റ്റ് ദാറ്റ്സ് മൈ ഡ്യൂട്ടി. കൊച്ചു കുട്ടികൾക്ക് നല്ല മെമ്മറി കൊടുക്കണം. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവുക താങ്കളുടെ രൂപത്തിനൊപ്പം തന്നെ താങ്കളുടെ ശബ്ദം കൂടിയായിരിക്കും. സീരിയലിൽ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാൻ പറ്റുന്ന അപൂർവം പേരിൽ ഒരാളായിരിക്കും. കാരണം അതിൻ്റെ ഒരു ചെയ്യാറുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീരിയലിൽ മാത്രം കൂടുതൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡും കൂടി നോക്കിയിട്ടാണ്. ചിലർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് കഴിവുണ്ട്, പക്ഷേ ടോട്ടൽ സീരിയലിൻ്റെ ഒരു പ്രൊഡക്ഷൻ വളരെ സ്പീഡിൽ നടക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഈസി വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ രൂപം പോലെ തന്നെ താങ്കളുടെ ഐഡൻറ്റിറ്റി താങ്കളുടെ ശബ്ദമാണ്. അത് സീരിയലിലെ മൂർത്തിയപ്പൂപ്പനും ഇതേ ശബ്ദമാണ്. അതുപോലെ തന്നെ ഒരുപാട് വോയിസ് കൊണ്ടുള്ള പരിപാടികൾ ഒരുപാട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഈ വോയിസ് നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് എന്തായിരുന്നു? എനിക്ക് വേറെ ഒരു ജോലിയും ഇല്ലാതെ ഒരു വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഫേസ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ആവാൻ പഠിക്കുന്നതിന് മുമ്പ്, LLB പഠിക്കുന്നതിന് മുമ്പ്. അതിനൊക്കെ വളരെ മുന്നേ. അത് ലൈഫിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ ഒന്നും ചെയ്യാതിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഏഷ്യനെറ്റിലൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഒരു ഷോ. അപ്പോൾ ആ കുട്ടികളുടെ ഷോയിൽ ഞാൻ ഈ സൈസിൽ നിന്നുകൊണ്ട് കൊച്ചു കുട്ടികൾ എന്നെ കാണുമ്പോൾ ഒരു കരയേ ഉള്ളൂ. അപ്പോൾ അതും ശരിയായില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കൽപ്പന, ഞാൻ ദീദീനെ വിളിക്കുക. അപ്പോൾ ബക്കു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വോയിസ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ കൽപ്പന എല്ലാവരും ബക്കു എന്ന് വിളിക്കുക. അപ്പോൾ ബക്കുവും വന്നു, ഞാനും വന്നു, ഞങ്ങൾ രണ്ടുപേരും പുറത്താക്കി. കൽപ്പന ഫുൾ നെയിം കൽപ്പന സദാശിവൻ. ഏഷ്യനെറ്റിൽ കുറേ ഇത് ചെയ്തിട്ടുണ്ട്. ദേവാനന്ദൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ബക്കുവാണ് ചെയ്തത്. ടെലികോമിൻ്റെ വോയിസ് ഓവർ ബക്കു ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ MR രാജൻ ഞങ്ങളുടെ രണ്ടുപേർക്കും സോറി പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ലൈഫ് ലോങ് ബോണ്ടാണ്. എനിക്ക് എൻ്റെ മെൻറ്ററെ കിട്ടി, എനിക്ക് എൻ്റെ ദീദിയെ കിട്ടി. അപ്പോൾ ദീദിക്കുള്ള ഭയ്യയെ കിട്ടി. അപ്പോൾ അമ്മ US പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കാമോ ഭയ്യ. അപ്പോൾ ഞാൻ പറയും ഇവിടെ ഉണ്ട്, ആജാ. അപ്പോൾ പോവും, ചപ്പാത്തി കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബക്കു പറഞ്ഞു, നാളെ നിനക്ക് വോയിസ് ഓവർ ഉണ്ട്, റെക്കോർഡിങ്. ഞാൻ പറഞ്ഞു, ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ഒന്നുമില്ല, എനിക്ക് ഇതിൻ്റെ ABCD അറിയില്ല. ആരാ പറയുന്നത്? കൽപ്പന പറയുന്നു. എനിക്കറിയില്ല. അപ്പോൾ ബക്കുവാണ് എന്നെ ഇത് ചെയ്യാൻ പറയുന്നത്, നാളെ ഡോക്യുമെൻ്ററി വോയിസ് ഓവർ ഉണ്ടെന്ന്. എനിക്കിതിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ബക്കു ഒരു വൈകുന്നേരം എനിക്ക് കുറച്ച് ബേസിക്സ് പറഞ്ഞു തന്നു. ഞാൻ അടുത്ത ദിവസം
ഡോക്യുമെൻ്ററി വോയിസ് ഓവർ ചെയ്ത് എനിക്ക് കയ്യിൽ ഞാൻ എൻ്റെ ആ ശമ്പളം വാങ്ങിക്കുമ്പോൾ സീരിയലിൽ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഡബ്ബിങ്ങിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ബക്കു കാണിച്ചു തന്നു. മലയാളത്തിലായിരുന്നു അതോ ഇംഗ്ലീഷിൽ? അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഏഷ്യാനെറ്റ് 10 വർഷം അങ്ങനത്തെ ഷോസ്, ലക്സ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ്, അങ്ങനെ കുറേ ടി വിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിഷ്യൽ വോയിസ് ഓവർ എന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് ബക്കു തന്ന ഒരു മൊമെൻ്റാണ്. അന്ന് തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു 16-17 വർഷം വാട്ട് എവർ ഐ ലേൺഡ് അതാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ വോയിസിൻ്റെ ലോഗോ. അത് തന്നെയാണ്. ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഡയലോഗ് പോർഷൻ പറയുക എന്നുള്ളത് കുറേ കൂടി വ്യത്യസ്തമായിട്ടൊരു ലോകമാണ്. അത് പറയാതുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കും ഈ വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുക. കാരണം ഡയലോഗിൽ ഓൾറെഡി അതിൽ ഇമോഷൻസ് കൃത്യമായിട്ട് തുന്നിച്ചേർത്തിട്ടുണ്ടായിരിക്കും. വോയിസ് ഓവർ കുറച്ച് ഒന്ന് മെർജ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ചില സ്ഥലത്ത് ചില നിർത്തലുകൾ, മൂളലുകൾ, അതിൻ്റെ ഒരു മോഡുലേഷൻ അതൊക്കെ വളരെ ചേഞ്ചാണ്. അപ്പോൾ അത് ഒരു വിത്ത് എക്സാമ്പിളോട് കൂടിയിട്ട് ഒരു ഇതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സസിൽ, അതിപ്പോൾ സിഫയിലായാലും നിയോയിലായാലും ചാവറ ഫിലിം സ്കൂളിലായാലും അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനായാലും 16,000 സ്റ്റുഡൻസിനെ പഠിപ്പിച്ച എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. എൻ്റെ മാസ്റ്റർ ട്രെയിനേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. കാരണം ഇത് പറഞ്ഞ് അവർക്ക് ഇതായി. ഇത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം. ഇമോഷൻ പിന്നെ ഈ ശബ്ദത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിനകത്ത് വരുന്ന ഇമേജസിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇത് മാജിക്കൊന്നുമല്ല, ഒരു എക്സാമ്പിളാണ്. റേഡിയോനെ ട്രെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജോക്സിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സായാഹ്നം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത് മഴവെള്ളം ഇറ്റിട്ട് വീഴുന്ന ശബ്ദം കേട്ട് വായിച്ചിരുന്ന പുസ്തകം മടക്കി വെച്ച് ഞാൻ പുറത്തേക്കിറങ്ങി. അവിടെയെങ്ങും വെള്ളം തളം കെട്ടി കിടന്നു. അതിലൊക്കെ ചവിട്ടി ഉല്ലസിച്ച് നനഞ്ഞ മരങ്ങളും ഇലകളിലെ ആ മഴത്തുള്ളികളും കണ്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഗേറ്റ് തുറന്ന് റോഡിൻ്റെ എതിർവശം ഞാൻ കണ്ടത് ഒരു ചെറിയ ചായക്കട. ആ ചായക്കടയിൽ ഒരു കറുത്ത ചട്ടി, വലിയ ചട്ടിയാണ്, അതിൽ എണ്ണ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ കുതിർത്ത പരിപ്പും സവാളയും പെരിഞ്ചീരകവും കായവും ഉപ്പും മുളകും ചേർത്ത് ഇങ്ങനെ തട്ടി, കറിവേപ്പിലയും കൂടെ ഇട്ടിങ്ങനെ തട്ടി വറുത്തെടുക്കുന്നുണ്ടായിരുന്നു. ആ തണുത്ത കാറ്റിൽ ആ ചുട്ട പരിപ്പുവടയുടെ മണം. ഞാൻ അപ്പം തന്നെ റോഡ് ക്രോസ് ചെയ്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ചായ മീഡിയം മധുരം കൂട്ടി ഒരു പരിപ്പുവട, ഇതല്ലേ സുഖം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കേട്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും, ഒരാൾക്ക് ഗേറ്റിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും, ഒരാൾക്ക് ബ്ലാക്ക് ആയിരിക്കും, ഒരാൾക്ക് ഗ്രേ ആയിരിക്കും, ടിൻ ഷീറ്റ് ഇട്ട ചായക്കടയായിരിക്കും, ചിലർക്ക് കൈവണ്ടിയുടെ ചായക്കടയായിരിക്കും, ചായക്കടയിൽ ബെഞ്ചിട്ടിരിക്കുന്ന മടക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, പഴംപൊരി കഴിക്കുന്ന ആളുണ്ടാവും, പരിപ്പുടയില്ലാതെ ബാക്കിയുള്ള പലഹാരം അടുക്കി വെച്ചിരിക്കുന്ന അലമാര ഉണ്ടാവും, മറ്റേ വെള്ള ബനിയനും തലയിൽ തലക്കെട്ടും അല്ലെങ്കിൽ കള്ളി ഷർട്ടും കഷണ്ടിയായിട്ടുള്ള ചായക്കടക്കാരനും, അങ്ങനെ പലതരത്തിലുള്ള ചായക്കടക്കാരും, ഇതെല്ലാം കാണാൻ പറ്റും. ഞാൻ പഠിച്ചൊരു കാര്യം അത്രയേ ഉള്ളൂ, വോയിസ് കൊണ്ട് എത്ര സിനിമകൾ വേണമെങ്കിലും ഒരേ നിമിഷം ഉണ്ടാക്കാം. കേൾക്കുന്ന 10 പേരുണ്ടെങ്കിൽ 10 ഡിഫറെൻറ്റ് ഇമേജസാണ്. 6 മലയാളിക്ക് 100 മലയാളമാണെന്നുണ്ടെങ്കിൽ ഒരു വാക്കിന് നമുക്ക് 100 ഇമേജസാണ്. അത് ഏത് ഭാഷയിലും സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വോയിസിനെ എങ്ങനെ നമുക്ക് ആനിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ അതെങ്ങനെ ഇമോഷൻസ് ആഡ് ചെയ്യാം എന്നുള്ളത് വേറെ. ഇതാണ് പഠിപ്പിക്കുന്ന ആക്ഷൻ.